തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അടുത്ത ലക്ഷ്യം വയ്ക്കുന്ന സ്ഥലം കേരളമാണ്. തമിഴ്നാട് കഴിഞ്ഞാൽ നടൻ വിജയ്ക്ക് ഏറെ ആരാധക പിന്തുണയുള്ള ഇടമാണ് കേരളം. മലയാളത്തിലെ സൂപ്പർ താര ചിത്രങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വരവേൽപ്പ് ഇങ്ങ് കേരളത്തിൽ വിജയ് ചിത്രങ്ങൾക്കുണ്ട്. കേരളത്തിൽ നിന്നും ആദ്യ ദിവസം കോടിക്കണക്കിന് രൂപയാണ് വിജയുടെ ചിത്രങ്ങൾ കളക്ട് ചെയ്യാറുള്ളത്. ഫാൻ ഷോ അടക്കം നടത്തി വിജയുടെ ആരാധകർ കരുത്ത് കാണിക്കാറുണ്ട്. ഈ ആരാധകരുടെ പിന്തുണയിൽ പ്രതീക്ഷ വെച്ചാണ് വിജയുടെ പാർട്ടി കേരളത്തിലേക്ക് കടന്നു വരുന്നത്. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുമെന്ന് TVK വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന TVKയുടെ ജില്ലാ ഘടക രൂപീകരണ യോഗം വലിയ വിജയമായിരുന്നു. തലമൂത്ത നേതാക്കന്മാർ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സങ്കല്പങ്ങളിൽ നിന്നും മാറി യുവാക്കൾക്ക് പ്രാധാന്യം നൽകുവാനാണ് TVK ലക്ഷ്യം വയ്ക്കുന്നത്. വിജയ്ക്ക് കേരളത്തിൽ ഏറെ ആരാധകരുള്ള ഇടമാണ് തൃശൂർ. തൃശൂരിൽ തന്നെ TVK പിച്ച വെച്ച് നടക്കുമ്പോൾ അത് വലിയ മുന്നേറ്റമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ 14 ജില്ലകളിലും രൂപീകരണ യോഗം വിളിച്ച് പ്രവർത്തനം ഉഷാറാക്കാനുള്ള നീക്കമാണ് പാർട്ടി നടത്തുന്നത്. അടിത്തറ ശക്തമാകുമെന്ന് ഉറപ്പായതിനു പിന്നാലെ സാക്ഷാൽ വിജയ് തന്നെ നേരിട്ട് കേരളത്തിലെത്തി പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയായതിനു ശേഷം തമിഴ്നാട്ടിൽ വിജയ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഈ പരിഷ്കാരങ്ങൾ തമിഴ്നാട്ടിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇതിങ്ങ് കേരളത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ചർച്ചയാക്കുവാനുള്ള PR വർക്കുകൾ TVK ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം ഇത് ചർച്ചയാക്കുന്ന തരത്തിലുള്ള PR വർക്കുകളാണ് വിജയിൽ നിന്നും ഉണ്ടാകുന്നത്. വിജയ് കേരളത്തിലെത്തുന്ന ദിവസം തന്നെ കേരളത്തിലെ ചില സുപ്രസിദ്ധ താരങ്ങളും TVKയിൽ അംഗത്വമെടുക്കും. ഇതിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്ന് സുരേഷ് ഗോപിയുടേതാണ്. BJP MP ആണ് സുരേഷ് ഗോപി. സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ സുരേഷ് ഗോപിക്ക് പക്ഷേ സഹമന്ത്രി പദവി മാത്രമാണ് ലഭിച്ചത്. സിനിമയിൽ അഭിനയിക്കുന്നതിൽ നിന്നും BJPക്കാർ വിലക്കുക കൂടി ചെയ്തതോടെ സുരേഷ് ഗോപി അസ്വസ്ഥനായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP വിജയം പ്രതീക്ഷിച്ചുവെങ്കിലും നിലം തൊട്ടില്ല. ഗുരുവായൂരിലും തൃശൂർ മണ്ഡലത്തിലും അടക്കം BJP തോറ്റതോടെ പാർട്ടിയിൽ പഴയ പ്രസക്തി സുരേഷ് ഗോപിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ചുവടുമാറ്റം പ്രതീക്ഷിക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. വിജയ് തന്റെ പാർട്ടി കേരളത്തിലേക്ക് വന്നതിനെ വിമർശിച്ചാണ് സുരേഷ് ഗോപി തന്റെ നിലപാട് പരസ്യമാക്കിയത്. മുഖ്യമന്ത്രി വിജയ് പ്രവർത്തിക്കട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. അദ്ദേഹം പ്രവർത്തിച്ച് സ്വയം തെളിയട്ടെ, അതിനു മുമ്പ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് ശരിയാവില്ല. ജനങ്ങൾ അദ്ദേഹത്തിന് ഒരു അവസരം നൽകിയിട്ടുണ്ട്, അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. വിജയം കൈവരിച്ച തമിഴ്നാട്ടിലെ പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചാൽ എന്താണ് പ്രശ്നമെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട്. വിജയ് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, ആഗ്രഹിക്കുന്നിടത്തെല്ലാം TVK വരട്ടെ, പ്രവർത്തനം തുടങ്ങട്ടെ, ലോകത്തിനും തമിഴ് ജനതയ്ക്കും ഗുണമുണ്ടാകട്ടെ എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തമിഴ്നാട്ടിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും TVK കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത് യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് മെയ് 10-നാണ് ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്നവരാണെങ്കിലും തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളിൽ ഒരാളായ വിജയ് അധികാരമേറ്റതിൽ മറ്റു താരങ്ങൾ മികച്ച പിന്തുണയാണ് നൽകി വരുന്നത്. ഏറ്റവും ഒടുവിലാണ് പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയും വിജയ്ക്ക് പിന്തുണ നൽകി രംഗത്ത് വന്നിരിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം എഴുതിക്കൊണ്ടാണ് ആദ്യമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം വിജയിച്ചു കയറിയത്. ദശാബ്ദങ്ങളായുള്ള DMK, ADMK പാർട്ടികളുടെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ആധിപത്യം ഇതോടെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ കൂടാതെ ഖുഷ്ബു, കമൽഹാസൻ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായവരും ചലച്ചിത്ര രംഗത്തെ നിരവധി താരങ്ങളും വിജയ്ക്ക് ആശംസയറിയിച്ച് രംഗത്തെത്തിയിരുന്നു.